കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം, അഖിലാണ്ട ജ്യോതിസ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം, അഖിലാണ്ട ജ്യോതിസ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം. നല്ലതായുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ ഉള്ള സത്യം തന്നുള്ളത്തിൽ കണ്ടെത്താം. നല്ലതായുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ ഉള്ള സത്യം തന്നുള്ളത്തിൽ കണ്ടെത്താം. സത്യസ്വരൂപനാകുന്ന ജഗദീശ്വരൻ ഈ ലോകത്തിൽ തിരുവവതാരമായി വന്ന് ഉള്ളതും ഉണ്ടായതും സത്യത്തിൽ നിന്നാണെന്നും ഉണ്ടായതിൽ ഉള്ളതായി തോന്നിപ്പിക്കുവാൻ സത്യത്തിൻ്റെ വാഴ്ച ഉണ്ടെന്നും എല്ലാം വളരെ വ്യക്തമായി ആത്മാവിന് ബോധ്യമാകത്തക്ക നിലയിൽ അനുഭവപ്പെടുത്തിക്കൊണ്ട് ജഗദീശ്വരൻ അത്ഭുതകലകളോടുകൂടി അവതാരമായി വാഴുകയാണ്. ദൈവകർമ്മം ലോകത്തിൽ മർത്യജന്മങ്ങളെ കൊണ്ട് ഇത്ര ലളിതമായി ചെയ്യിപ്പിക്കുന്ന മറ്റൊരാദർശം ലോകത്തിലില്ല എന്ന് തന്നെ പറയാം. വളരെ ലളിതമായ മാർഗങ്ങളിലൂടെ അവനവൻ്റെ ജീവിത കർമ്മങ്ങളിലൂടെ കൃത്യമായി ഈശ്വരനിലേക്ക് ചേരുവാനുള്ള വ്യവസ്ഥകൾ, സത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള തൻ്റെ നിയമങ്ങൾ ഈ ലോകത്തിൽ താൻ അവതരിപ്പിച്ചു ജന്മങ്ങളെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുന്നു. ഈശ്വരഹിതം എന്താണ്, അത് ഞാൻ ചെയ്യാം എന്ന് തീരുമാനിച്ച് ലോകമെമ്പാടും അലയുന്ന അനേകങ്ങളുണ്ട്. പല ആളുകൾ ലോകത്തിൽ അനേക കോടി സമ്പാദിച്ച് സ്വന്തമായി വെച്ചിട്ട് ഈശ്വരഹിതപ്രകാരം ഇതൊന്ന് പ്രവർത്തിപ്പിക്കുവാൻ, ഇതൊന്ന് വിനിയോഗിക്കുവാൻ, ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ അത് ഈശ്വരഹിതമായിരിക്കണം, അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊക്കെ അങ്ങനെ പല പ്രകാരത്തിൽ ഈശ്വരഹിതം അന്വേഷിച്ച് ലോകത്തിൽ മനുഷ്യജന്മം അലയുമ്പോൾ ദൈവം താണിറങ്ങി വന്ന് ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കിക്കൊണ്ട്, വെറുതെ ഒരു വാക്കുകൊണ്ട് പറയുകയോ ഒരു നിയമം ഉണ്ടാക്കി പുസ്തകമായി തരികയോ അല്ല,
ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ സന്നിധാനത്തിലും ഒരുക്കിക്കൊണ്ടാണ് ദൈവം ലോകത്തിൽ സുബ്ഹാനഹു നാമത്തിൽ വാഴുന്നത്. അതിന്റെ മഹത്വം നിങ്ങൾ വളരെ വ്യക്തമായി ചിന്തിച്ച് മനസ്സിലാക്കണം. നമുക്ക് ഇപ്രകാരം ഒരു സന്നിധാനവും ഇങ്ങനെ ഒരു നിയമവും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവ ഇഷ്ടം അറിയും, എങ്ങനെ ആ ഇഷ്ടങ്ങൾ ചെയ്യും? ഒരു കാരണവശാലും സാധിക്കും. കാരണം ലോകത്തിൽ ആർക്കും അറിയില്ല ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന്. പുരാണങ്ങൾ അനുശാസിക്കുന്ന പ്രകാരമുള്ള ഇഷ്ടങ്ങളുണ്ട്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന സാഹചര്യങ്ങളിൽ കൂടി കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ അനുവർത്തിക്കാൻ വളരെ പ്രയാസമാണ്. ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ആത്മീയ സിദ്ധാന്തം ലോകത്തിൽ ഇത്ര വ്യക്തമായി മനുഷ്യ ജന്മങ്ങൾക്ക് ഉപയോഗപ്രദമായ നിലയിൽ പരോപകാരാർത്ഥമായി അവതരിപ്പിച്ചിരിക്കുന്ന പരമഗുരുവാണ് ശുഭാനന്ദ ദിവ്യരൂപം. ഇത്ര ലളിതമായി, ഇത്ര സുന്ദരമായി, ആർക്കും അനുവർത്തിക്കുവാൻ തക്ക വിധത്തിൽ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഗുരുവിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതിൽ നമ്മൾ കളങ്കം കലർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ എന്താണ് അതിന് പറയുക? കാരണം ഏറ്റവും ലളിതമാക്കിയാണ് തന്നിരിക്കുന്നത്. വീണ്ടും അതിൽ നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് ഇടം കണ്ടെത്തുകയാണെങ്കിൽ, അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഗമമാവുകയില്ല. കാരണം ദുഷ്കൃത്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മളിൽ വന്ന് സംഭവിച്ചു പോകും. സൽപ്രവർത്തികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് സൽപ്രവർത്തിയുടെ ഫലമായ ആനന്ദം നിന്റെ ആത്മാവിൽ സമ്പാദിക്കുവാനുള്ള വ്യക്തമായ ആത്മീയ വഴികളാണ് ആത്മബോധോദയ സംഘത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ, അതിനകത്ത് കളങ്കം കലർത്താതെ നീ ജീവിച്ചാൽ, അണുവിട തെറ്റാതെ പാലിച്ചു നീ ജീവിച്ചാൽ, നിയമം പാലിച്ചുകൊണ്ട് നാമം സ്തുതിച്ചാൽ, നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഉടമസ്ഥന്റെ തിരുവാഴ്ച നിന്റെ അകമേ കാണാം. അകതാരിൽ കാണേണം അനുദീനമാത്മാക്കൾ, അകതാരിൽ കാണേണം അകതാരിൽ കാണേണം അനുദീനമാത്മാക്കൾ, അകതാരിൽ അഖിലേശ രൂപത്തെ ആത്മാവായി കാണേണം, അഖിലേശ രൂപത്തെ ആത്മാവായി കാണേണം, അകതാരിൽ കാണേണം അനുദീനമാത്മാക്കൾ, അകതാരിൽ
സന്താനങ്ങളെ കൈപിടിച്ച് നടത്തുമ്പോൾ നമ്മൾ ആ കൂടെ നിന്ന് കൊടുത്താൽ മതി, സ്വാഭാവികമായി അവിടെ എത്തിച്ചേരും. ആ നിഷ്കളങ്ക ഭക്തിയോടുകൂടി നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിത കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഈ ആത്മബോധോദയ സംഘ നിയമപ്രകാരം ജീവിക്കുന്ന ഏതൊരു ആത്മാവും വളരെ കൃത്യമായി ആ പരലോകത്തിലേക്ക് അഥവാ പരമാനന്ദത്തിലേക്ക് ലയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. അപ്രകാരം പരമാനന്ദത്തിലേക്കുള്ള യാത്രയിൽ ഇത്ര കൃത്യമായി ഇടപെടുവാൻ പരമഭാഗ്യം ലഭിച്ച ആത്മബോധോദയ സംഘാംഗങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്നും അറിയിച്ചിരിക്കുന്ന അറിവിൽ കൂടി പാലിക്കേണ്ടുന്ന നിയമങ്ങൾ കൃത്യവും സത്യവുമായി പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ ഉള്ള സത്യം ഉള്ള പോലെ ഉള്ളത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആനന്ദിക്കാൻ അവസരമുണ്ടാകും, മഹാഭാഗ്യം ഉണ്ടാകും. അതിനുവേണ്ടി ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പാപസംഹാരക പാവനരൂപനെ പാലാഴിയിൽ നിന്നോ വന്നവനേ, പാപസംഹാരക പാവനരൂപനെ പാലാഴിയിൽ നിന്നോ വന്നവനേ, പരിശുദ്ധ ജ്ഞാനങ്ങൾ പരമാരിലോതി ഭവിപ്പിക്കേ, പാലാഴി നിർമ്മിക്കും പരിശുദ്ധ ജ്ഞാനങ്ങൾ പരമാരിലോതി ഭവിപ്പിക്കേ, പരിശുദ്ധ ഹൃദയങ്ങൾ രൂപപ്പെടുന്തോറും പാലാഴി ആത്മാവിൽ കണ്ടിടുന്നു. പരിശുദ്ധ ഹൃദയങ്ങൾ രൂപപ്പെടുന്തോറും പാലാഴി ആത്മാവിൽ കണ്ടിടുന്നു. പരിശുദ്ധ ഹൃദയങ്ങൾ രൂപപ്പെടുന്തോറും പാലാഴി ആത്മാവിൽ കണ്ടിടുന്നു. പരിശുദ്ധ ജ്ഞാനത്തെ പരന്മാരിൽ നൽകുന്ന പരിശുദ്ധ രൂപ ഗുരുവരനേ, 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 പരിശുദ്ധ ഹൃദയ പാലാഴി തന്നിലങ്ങെപ്പോഴും ആനന്ദമാടേണമേ, പരിശുദ്ധ
കർത്താവിന്റെ തിരുവെഴുന്നള്ളത്ത്. ആ തിരുവെഴുന്നള്ളത്താണ് അവതാരം എന്ന് പറയുന്നത്. അവതാരം അറിയിക്കുന്ന അറിവുകൾ ആത്മാവിൽ ഗ്രഹിക്കുമ്പോൾ ആത്മാവ് പാലാഴിയായി തീരുന്നു. ആത്മാവ് പാലാഴിയായി തീരുന്നു. അങ്ങനെ പാലാഴിയിൽ അധിവാസം ചെയ്യുന്ന ഭാവന രൂപത്തെ, ആ പരമാനന്ദ രൂപത്തെ ഭക്തന്മാർക്ക് കാണുവാനുള്ള ഭാഗ്യം ഒരുക്കി കൊടുക്കുന്ന അവതാര വാഴ്ച കാലമാണിത്. ഇത് സുവർണകാലമാണ്. ഇത് പരമോന്നതമായ ഭാഗ്യകാലമാണ്. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്കെല്ലാം ഉൾക്കാമ്പിൽ പരമോന്നതനാകുന്ന പാലാഴിവാസനെ കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ആ പാലാഴി ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തല്ല, ആത്മാവിൽ തന്നെ കാട്ടിക്കൊടുക്കുവാൻ പാലാഴിയാകുന്ന ആ അവസ്ഥയുടെ ഉടമസ്ഥൻ, അത് അറിവിന്റെ തികവായ ഒരു അവസ്ഥയാണ്. അത് ജ്ഞാനസാഗരമാണ്. ആ സാഗരത്തെ ആത്മാവിൽ കാട്ടിക്കൊടുക്കുവാൻ, ആത്മാവിൽ ഉറപ്പിക്കുവാൻ പാലാഴിയിൽ നിന്ന് താൻ തന്നെ അവതരിച്ചതാ ലോകത്തിൽ വാഴുകയാണ്. അപ്പോൾ പാലാഴിയെ രൂപപ്പെടുത്തുന്ന ഈ ജ്ഞാനമല്ലാതെ, ആത്മാവിൽ ഈശ്വരാധിവാസത്തിന് കാരണമായി തീരാവുന്ന മറ്റൊരറിവും ലോകത്തിലില്ല. ഒരറിവുമില്ല. കാരണം ഈശ്വരൻ ഗുരുവായ തിരുവവതാരം ചെയ്യുമ്പോഴല്ലാതെ ആത്മാവിൽ ആനന്ദം ഉണ്ടാകുന്നില്ല. ആത്മാവിൽ ആനന്ദം ഉണ്ടാകുന്നില്ല. ആത്മാവിൽ ആനന്ദം ദാനം ചെയ്യുവാൻ കഴിവുള്ളത് ഗുരുവിന് മാത്രമാണ്. കാരണം ഈ ലോക സൃഷ്ടി ആരംഭിച്ച സമയം മുതൽ ജനിച്ചും മരിച്ചും ജന്മാന്തരമായി കടന്നു വന്നിരിക്കുന്ന മനുഷ്യ ജന്മങ്ങളെ പരിപൂർണമാക്കുവാൻ പരിപക്വമായ സർവജ്ഞാനത്തെ ഉപദേശിക്കാൻ ഗുരുവിന്റെ നാവിനെ കഴിവുള്ളൂ. ആ തിരുനാവിനെ അതിനുള്ള ശക്തിയുള്ളൂ. ആ നാവിനെ അതിനുള്ള അധികാരമുള്ളൂ. അതിനുള്ള ശക്തിയും അധികാരവും അവകാശവുമുള്ള പരമഗുരു, അവകാശം, ആ സമ്പൂർണാവകാശമുള്ള പരമഗുരു പ്രത്യക്ഷമായി വാഴുന്നു. ലോകത്തിൽ താൻ വാഴുന്നു. പ്രത്യക്ഷമായി വാഴുന്നു.
ജീവാംശങ്ങളാണ് ആത്മാക്കൾ. ആ ആത്മാക്കൾക്ക് എങ്ങനെയാണ് ഈ അറിവ് നഷ്ടപ്പെട്ടു പോയത്? തന്റെ നിഷ്കളങ്കാവസ്ഥയെ എന്തുകൊണ്ടാണ് ആത്മാവ് മറന്നുപോയത്? ആ മായാലോകത്തിൽ വന്ന് മായാ ശരീരം സ്വീകരിച്ച് ഈ ലോക വിചാരങ്ങളും കർമ്മങ്ങളും ആരംഭിച്ചപ്പോൾ മായാമോഹം കൊണ്ട് മറയായിപ്പോയി. മോഹം, ഈ ലോകമോഹങ്ങൾ കൊണ്ട് മറവായിപ്പോയി. അങ്ങനെ മറ മാറ്റാനുള്ള അറിവുകളാണ് താൻ വന്ന് പ്രത്യക്ഷീകരിക്കുന്നത്. അപ്പോൾ മറ മാറുന്നു, ആത്മാവിൽ ആത്മരൂപം പ്രത്യക്ഷീഭവിക്കുന്നു. അതുകൊണ്ടാണ് ശുഭാനന്ദ ഗുരുദേവൻ പ്രത്യക്ഷദൈവമാണെന്ന് പറയുന്നത്. ലോകത്തിലൊരു മർത്യശരീരത്തിൽ താൻ പ്രത്യക്ഷമായി വാഴുന്നു എന്നതും ആത്മാവിൽ ദൈവരൂപത്തെ പ്രത്യക്ഷീഭവിപ്പിക്കുന്നു എന്നതും രണ്ടും കൊണ്ട് ശുഭാനന്ദ ദിവ്യരൂപം പ്രത്യക്ഷ ദൈവമാണ്. പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷമായി ലോകെ വാഴണമേ. 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 ആത്മലോകത്തിന്റെ നിത്യരക്ഷയ്ക്കായി ആത്മനാഥൻ ഭൂമിൽ വാഴണമേ. ആത്മലോകത്തിന്റെ നിത്യരക്ഷയ്ക്കായി ആത്മനാഥൻ ഭൂമിൽ വാഴണമേ. ആത്മലോകത്തിന്റെ നിത്യരക്ഷയ്ക്കായി ആത്മനാഥൻ ഭൂമിൽ വാഴണമേ. നിത്യാനന്ദ രൂപ വാഴണമേ. വാഴണമേ എന്നും വാഴണമേ. നിത്യാനന്ദ രൂപ വാഴണമേ. വാഴണമേ എന്നും വാഴണമേ. നിത്യാനന്ദ രൂപ വാഴണമേ. ഇപ്പോൾ ഈശ്വരൻ പ്രത്യക്ഷമായി ലോകത്തിൽ അവതാരമായി ആത്മലോകത്തിൽ ദൈവരൂപത്തെ പ്രത്യക്ഷീഭവിപ്പിക്കുന്നു. പക്ഷേ അത്ര നിസാരമായി സംഭവിക്കുകയില്ല. എന്നാൽ നിസാരമാണ് താൻ. എങ്ങനെയാണ് നിസാരമല്ലാത്തത്? അസത്യവും അധർമ്മവും കൈവശം വെച്ചുകൊണ്ട് അതൊന്നും ഞാൻ ഒരിക്കലും മാറ്റിവെക്കുകയില്ല എന്ന് തീരുമാനിച്ച് ദൈവരൂപം കാണണമെന്നൊരാൾ അന്വേഷിച്ച് നടന്നാൽ, അഥവാ ഗുരുമുമ്പാകെ എത്തി ജീവിച്ചാലും ഒരു കാരണവശാലും ആ ആത്മാവിൽ ദൈവരൂപം പ്രത്യക്ഷമാവുകയില്ല. അപ്പോൾ നിസ്സാരമായി നടക്കുന്നത് എങ്ങനെയാണ്? സത്യവും ധർമ്മവും പരിപാലിച്ച് ഗുരുകൽപ്പന അല്ലാതെ ഒരു കൽപ്പനയും എനിക്ക് ഭൂമിയിലില്ല എന്ന് തീരുമാനിച്ച്
എന്ന് ഉറപ്പിച്ച് ആത്മാവ് കൊണ്ട് തപം ചെയ്ത് ജീവിതം ചെയ്യുന്ന ഉത്തമ ശിഷ്യന്മാർക്ക് നിസ്സാരമായി ദൈവരൂപത്തെ ഏകതാരിൽ കാണുവാൻ കഴിയും. അപ്രകാരം ദൈവരൂപത്തെ ആത്മാവായി ആത്മാവിൽ കാണുവാനുള്ള വഴികൾ ഒരുക്കുമ്പോൾ ജഗദീശ്വരൻ തന്നെയാണ് ലോകത്തിൽ ആത്മബോധോദയ സംഘ നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ആത്മബോധോദയ സംഘത്തിൽ നിയമങ്ങൾ രൂപീകരിച്ചത്. ആ നിയമത്തിൽ അതിപ്രധാനമായ നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം. അതുപോലെ അതിന്റെ സമാപനമായി നടത്തുന്ന തീർത്ഥാടനം. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹനീയമായ തീർത്ഥാടനം, പങ്കെടുക്കുന്ന ലോകാന്ത്യം വരെ നടക്കാനുള്ള മഹനീയമായ തീർത്ഥാടനം, ജന്മജന്മാന്തരമായ ദോഷങ്ങളെ ഒഴിവാക്കുന്ന മഹനീയ തീർത്ഥാടനം, ജന്മിയായ ജഗദീശ്വരന്റെ തീരുമാനപ്രകാരം തുടക്കം കുറിച്ച തീർത്ഥാടനം, ആ സർവശക്തി പ്രത്യക്ഷമായി തീരുമാനിച്ച തീർത്ഥാടനം, അപ്രകാരമുള്ള മഹാതീർത്ഥാടനം അടുത്തു വരികയാണ്. ആ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവർ 12 വെള്ളിയാഴ്ചകളിലായി വ്രതമനുഷ്ഠിച്ചവരായിരിക്കണം. ആ ശുഭാനന്ദ ദിവ്യരൂപം പ്രത്യക്ഷമായി തിരിച്ചു വന്ന് വാണിരുന്ന കാലത്ത് അത്ഭുതമായി ലോകത്തിൽ പാസാക്കിയ നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം. ആ 12 വെള്ളിയാഴ്ച വ്രതം ഗുരുവിന്റെ തിരുനാവിൽ നിന്ന് അറിയിച്ച അറിവുകളാണ്. ആ അറിവുകൾ അനുസരിച്ച് അറിവിൽ കൂടെ അനുദിനം അനുസരിച്ചാൽ അതിസുഖമകതാരിൽ അനുഭവിക്കാം. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. വിവിധ ജന്മങ്ങളിൽ ദോഷങ്ങൾ ഒഴിക്കാൻ ഒരു തീർത്ഥാടനം കൊണ്ട് കഴിയും. അതെന്തുകൊണ്ടാണ് കഴിവുള്ളത്? എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? സർവശക്തി പ്രത്യക്ഷമായി പാസാക്കിയ നിയമമാണ്. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ
ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം വാഴട്ടെ. ആനന്ദിക്കാം ആത്മാക്കൾ, ആനന്ദിക്കാം ആത്മാക്കൾ. ആനന്ദിക്കാം ആത്മാക്കൾ, ആനന്ദിക്കാം ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്കാം ആത്മാക്കൾ. ആനന്ദിക്കാം ആത്മാക്കൾ, ആനന്ദിക്കാം ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്കാം ആത്മാക്കൾ. ആത്മബോധോദയ സംഘത്തിലെ സർവ്വ നിയമങ്ങളും ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ്. അത് ആനന്ദ സ്വരൂപനാകുന്ന ഈശ്വരൻ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആനന്ദം ഉണ്ടാകുന്നത്. അപ്രകാരം ആനന്ദം ആത്മാവിൽ ഉണർത്തുവാനും വളർത്തുവാനും ഈശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട ഈ പ്രാവശ്യത്തെ നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതം അടുത്ത മാസം 9-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. എല്ലാ ഭക്തസന്താനങ്ങളും ആ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അകവും പുറവുമായി ശുദ്ധീകരിക്കപ്പെട്ട് ഇരുമുടി കെട്ടുകളുമേന്തി സന്നിധാനത്തിലെത്തി തീർത്ഥാടനം നടത്തി മഹാശക്തിയെ ദർശിച്ച് ആ ആനന്ദ സാഗരത്തിൽ മുങ്ങിക്കുളിച്ച് സർവദോഷങ്ങളും കഴുകിക്കളഞ്ഞ് ആനന്ദ ചിത്തരായി ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാത്മാക്കളെയും അതിനുവേണ്ടി അനുവദിക്കുമാറാകട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന ഈ മഹാമാരിയെ മാറ്റുന്നതിന് വേണ്ടി കൂടി സങ്കല്പിച്ചുകൊണ്ട് ഇപ്രാവശ്യം വ്രതമനുഷ്ഠിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഈ പരിപൂർണമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഈ മഹാമാരിയുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മഹാശക്തി പ്രത്യക്ഷമായി ഈ മഹാരോഗത്തെ ഒഴിവാക്കും. ഈ ലോകത്തിൽ ദൈവഹിതമല്ലാത്ത പ്രവർത്തനങ്ങൾ ഈ മനുഷ്യ ജന്മങ്ങളിൽ നിന്ന് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള രോഗാവസ്ഥകളും ഇപ്രകാരമുള്ള അന്ധകാരാവസ്ഥകളും ലോകത്തിൽ നടമാടുന്നത്. അതൊന്നും പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളല്ല. ഈ പ്രകൃതിയോടും പ്രകൃതിയിൽ ഉൾപ്പെട്ട് ജീവിക്കുന്ന ജന്തുജാലങ്ങളോടും സഹജീവികളായ മനുഷ്യ ജന്മങ്ങളോടും കാട്ടിക്കൂട്ടുന്ന ക്രൂരമായ കർമ്മങ്ങൾ ദൈവശക്തിക്ക് ഒരു വിധത്തിലും ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് ആ തിരുമനസ്സിൽ നിന്നും ഇപ്രകാരമുള്ള അന്ധകാരങ്ങൾ ലോകത്തിലേക്ക് ഭവിച്ചു പോകുന്നത്. അത് കണ്ടറിഞ്ഞ് പരിഹരിക്കുവാൻ ഈശ്വരനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. കാരണം ചെയ്തു പോയ ക്രൂര പ്രവർത്തികൾക്ക് പ്രതിപ്രവർത്തനം ചെയ്യാൻ കഴിവില്ല. ഒരു ക്രൂര കൃത്യം ഒരാൾ നിർവഹിച്ചു, ആ ആത്മാവ് മരണപ്പെട്ടു പോയി, ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു.
ഹിംസിച്ചാലിന് കഴിവില്ല. അങ്ങനെ കഴിവില്ല. അങ്ങനെ മർത്യജന്മങ്ങൾ ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങൾക്കും പരിഹാരമില്ല. നിഷ്കളങ്കമായി ജീവിക്കുന്ന പല സാധുക്കളായ സ്ത്രീകളെയും അപമാനിക്കുകയും ക്രൂരമായ നടപടികൾക്ക് ഇരയാക്കുകയും അവരുടെ ജീവിതം തന്നെ ദുഷ്കരമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിനും പരിഹാരമില്ല. സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളിനെ ഇപ്രകാരമുള്ള പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുമ്പോൾ ദൈവശക്തി ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് ദുഷ്കൃത്യങ്ങൾ അനേകം വർഷം കൊണ്ട് ലോകത്തിൽ നടമാടുന്നത് ഈ സത്യം അറിയാത്തത് കൊണ്ടും ജന്മം എന്തിനാണെന്ന് അറിയാത്തത് കൊണ്ടും ജന്മി ആരെന്നറിയാത്തത് കൊണ്ടുമാണ്. ഇതിനൊന്നും പരിഹാരം മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വര മുമ്പാകെ ആശ്രയിക്കുക. അറിയാതെ ഈ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സദ്ബുദ്ധി കൊടുക്കാൻ പ്രാർത്ഥിക്കുക. സത്യം അറിഞ്ഞ് ജീവിക്കുന്നവർ ഈ സത്യത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ അനേകങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഈശ്വരന്റെ തിരുഹൃദയത്തിൽ കനിവുണ്ടായി ഈ മഹാമാരിയെ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയുമാറാകട്ടെ. ലോകം രക്ഷ പ്രാപിക്കുമാറാകട്ടെ. നമ്മുടെ മഹാതീർത്ഥാടനം ഉന്നതമായി നടത്തുവാൻ ഈശ്വരൻ അനുവദിക്കട്ടെ. എല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. മഹാഗോപുരവും ഉന്നതമായി ഉയർന്നു വരട്ടെ. അതിന് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഇവിടേക്ക് എത്തിച്ചേരട്ടെ. ശില്പികളിലെല്ലാം അറിവായി ബുദ്ധിയായി കലകളായും എല്ലാം നിറഞ്ഞു വാഴട്ടെ. ബുദ്ധിയായി കലകളായി ഈശ്വരൻ നിറഞ്ഞു വാഴട്ടെ. സർവകലാവല്ലഭനാകുന്ന ഈശ്വരൻ നിറഞ്ഞു വാഴട്ടെ. സർവകലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉന്നതമായത് ഉയർത്തിക്കൊണ്ടുവരട്ടെ. ഉയർത്തിക്കൊണ്ട് ഈശ്വരന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ. ഇന്ന് വെള്ളസ്വാമി എന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഭാനുഭക്തന്റെ ദേഹവിയോഗ ശേഷമുള്ള 40-ാം ദിനമാണ്. ഇന്ന് വൈകുന്നേരം അതിന് ശാന്തി പ്രാർത്ഥനയും നാളെ അതിന്റെ നിലവിളക്ക് സമർപ്പണവും നടക്കുന്നുണ്ട്. ആദ്യകാലം മുതൽ നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന നാമംഗലം കുടുംബത്തിലെ കൃഷ്ണശ്രീ എന്ന് പറയുന്ന സന്താനത്തിന്റെ ദേഹവിയോഗ ശേഷമുള്ള കൃഷ്ണശ്രീ ആ 40-ാം ദിനവും ഇന്ന് തന്നെയാണ്. അത് മുന്നേ ആ ശാന്തി പ്രാർത്ഥനയും നിലവിളക്ക് സമർപ്പണവും നടക്കുന്നുണ്ട്. അതുപോലെ രാമങ്കരിയിലെ നമ്മുടെ ശ്രീധരൻ ഭക്തനും കുറിച്ചിയിലുള്ള നമ്മുടെ സരസ്വതി അമ്മയും കഴിഞ്ഞ ദിവസം ദേഹം വിട്ട് കടന്നുപോയി. ഇന്നേ ദിവസം അതിന്റെ സംസ്കാര കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആത്മാക്കൾക്കെല്ലാം നിത്യശാന്തി ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തിയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് ആനന്ദിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരെല്ലാം ഈ ആനന്ദ മാർഗത്തെ വേണ്ടുവോളം അറിഞ്ഞ് ആചരിച്ച് അനുഷ്ഠിച്ച് കൃത്യമായി ആനന്ദത്തിൽ എത്തിച്ചേരുവാൻ ഉന്നതമായ ആധ്യാത്മിക ജീവിതം നയിക്കുക. ആധ്യാത്മിക ജീവിതം നയിക്കുക. ആധ്യാത്മികത്തിന്റെ ഉടമസ്ഥനാകുന്ന ജഗദീശ്വരൻ, ആധ്യാത്മിക ജ്ഞാനരൂപനാകുന്ന ഉടമസ്ഥനാകുന്ന ജഗദീശ്വരൻ ഏവരിലും നിറഞ്ഞു വാഴുമാറാകട്ടെ. സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടി എല്ലാ കർമ്മങ്ങളും ഉന്നതമായി നടത്തപ്പെടട്ടെ.
മുൻവശത്തായി വന്നു നിന്ന് ആ പുതിയതും പഴയതുമായ ഭക്തസന്താനങ്ങൾ ആ അർപ്പിച്ചിരിക്കുന്ന നേർച്ചകളും അപേക്ഷിച്ചിരിക്കുന്ന സങ്കടങ്ങളും എല്ലാം ഈശ്വരൻ സ്വീകരിച്ച് സങ്കടപരിഹാരം ദാനം ചെയ്യട്ടെ, ദോഷപരിഹാരം ദാനം ചെയ്യട്ടെ, ആത്മലോകത്തെ രക്ഷിക്കട്ടെ, വന്നുചേരാൻ നിർവാഹമില്ലാതെ ഭവനങ്ങളിൽ ഇരുന്ന് സ്തുതിക്കുന്നവരെയും ദർശിക്കട്ടെ. എല്ലാ ഇടങ്ങളിലും ഈ പ്രാർത്ഥനകളും 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായ തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളും എല്ലാം വേണ്ട വിധത്തിൽ നടത്തും.